CPIM സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളെയും മാധ്യമപ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വടകര MP ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. പാലക്കാട്ടെ LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന റിബേഷ് എന്ന നേതാവ് ഒരു ചാനൽ റിപ്പോർട്ടറെ പരസ്യമായി ആക്ഷേപിച്ച സംഭവത്തെ ഷാഫി പറമ്പിൽ ഈ വീഡിയോയിൽ ശക്തമായി അപലപിക്കുന്നുണ്ട്. ജനാധിപത്യ മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള ഇത്തരം പെരുമാറ്റങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ചേർന്നതല്ല എന്നും മാധ്യമപ്രവർത്തകരെ തടയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഫാസിസ്റ്റ് രീതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കാഫിർ, ഖൗം തുടങ്ങിയ വർഗീയ ചുവയുള്ള പദങ്ങൾ CPIM ഉപയോഗിക്കുന്നത് പാർട്ടി ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. വടകരയിൽ ഉണ്ടായതുപോലെ തന്നെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെയുള്ള ശക്തമായ തിരിച്ചടി പാലക്കാട്ടും ഉണ്ടാകുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അതുപോലെ BJP ഉത്തരേന്ത്യയിൽ പയറ്റുന്ന അതേ വിഭജന രാഷ്ട്രീയം തന്നെയാണ് കേരളത്തിൽ CPIM പരീക്ഷിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം. എന്തായാലും ആ പ്രതികരണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. തീരുമാനിച്ചു അതിനൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് അയച്ച് ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ കോപ്പി എടുത്ത് മുഴുവൻ അനൗൺസ്മെന്റ് വാഹനങ്ങളിലേക്കും കൊടുത്ത് അതിലെല്ലാത്തിലും അതിട്ട് പ്ലേ ചെയ്യുന്നൊരു സാധനം ഞങ്ങളുടേതല്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ ഇനി കേരളത്തിലെ ജനങ്ങൾ അത്ര നിഷ്കളങ്കമായി കാണണം. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായ ഇൻസിഡൻസ് ഉണ്ടായിട്ട് അവസാനം കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കെങ്കിലും അറിയാലും അവസാനം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അതിനെ തെറ്റുകാരായിട്ട് ചൂണ്ടിക്കാണിച്ചത് ആരെയാ? റിബേഷ് എന്ന് പറയുന്ന DYFI നേതാവിലല്ലേ അന്വേഷണം ചെന്ന് നിന്നത്? CPM എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇതുവരെ എടുത്തിട്ടുണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഈ കളർ കൊടുക്കാൻ മറ്റ് പല സംസ്ഥാനങ്ങളിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഇത്തരത്തിലുള്ള ടെർമിനോളജി ഉപയോഗിക്കാറുണ്ട്. ഹിജാബ്, പിന്നെ അത്തരത്തിലുള്ള പദങ്ങൾ, ജിഹാദ്, അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാഫറും ഖൗമും ഒക്കെ CPMന്റെ തെരഞ്ഞെടുപ്പ് പദങ്ങളായി മാറുന്നത് ആ പാർട്ടി ഗൗരവത്തോടെ അതിൻ്റെ പ്രവർത്തകർ വിലയിരുത്തണം. അതാണോ അവരാഗ്രഹിക്കുന്ന CPM എന്ന് അതിൻ്റെ പ്രവർത്തകർ അതിൻ്റെ നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം. BJP പണമൊഴുക്കിയത് പാലക്കാട് നമ്മൾ കണ്ടു. പണമൊഴുക്കിയ BJP ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഒരു മാധ്യമ പ്രവർത്തകനെതിരെ നടത്തിയ ആക്രോശം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മീഡിയ വണ്ണിൻ്റെ മാധ്യമ പ്രവർത്തകനെതിരെ നടത്തിയ ആക്രോശം നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റെല്ലാ മാധ്യമങ്ങളും പറഞ്ഞല്ലോ ആദ്യം നിങ്ങളാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ആ BJP ലൈനിൽ കേരളത്തിലെ CPM പ്രതികരിക്കുകയാണ്. വാർത്ത കൊടുത്ത ആളിൽ പണം കൊടുത്ത ആളെ ന്യായീകരിക്കുകയും അത് വാർത്ത കൊടുത്ത ആളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന BJP ശൈലി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അത്തരം ഡിവിസീവായിട്ടുള്ള കാര്യങ്ങളെ പിന്നെ CPM ഉപയോഗിക്കുകയാണ്. ആ പ്രവണത കൂടിയുള്ള തിരിച്ചടി ആയിരിക്കും കേട്ടോ ഈ തെരഞ്ഞെടുപ്പ്. വടകരയിൽ ഇതിനു മുമ്പ് അവർ നടത്തിയൊരു പരീക്ഷണം അതെങ്ങനെ പാളിയെന്ന് അവർക്കറിയാം. പക്ഷെ അതിൽ നിന്ന് അവർ പാഠം പഠിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്.